എന്തെങ്കിലും ഒക്കെ വീണ് കിട്ടാൻ കാത്തിരിക്കുന്ന ഈ സൈബർ ഇടത്തിലെ മനോരോഗികൾക്ക് എന്നും പ്രചരിപ്പിക്കാൻ വേണ്ടി സാധിക്കും. മമ്മൂട്ടിക്കും പ്രശ്നമില്ല, റഫീഖിനും പ്രശ്നമില്ല. പക്ഷെ പ്രശ്നമുള്ളത് ഇവിടുത്തെ ചില സൈബർ മനോരോഗികൾക്കാണ്. മമ്മൂട്ടി ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ള കാര്യം റഫീഖിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. റഫീഖ് അതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാണ് UDFന്റെ പ്രവർത്തകർ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അവർക്ക് വീണ് കിട്ടിയ ഒരു സുവർണാവസരമാണ് ഈ പറഞ്ഞ മമ്മൂട്ടിയുടെ ഈ വാക്കുകൾ. ഏതൊക്കെയാലും ഈ ഒരു വിഷയം വളരെ വലിയ രീതിയിലൊക്കെ ചർച്ചയാക്കി മാധ്യമങ്ങൾ. ഇതെങ്ങനെയും കത്തിച്ച് മമ്മൂട്ടിയുടെ ആരാധകരെ ഇടതുപക്ഷത്തിന് എതിരാക്കി തീർക്കാൻ സാധിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയായിരുന്നു. മമ്മൂക്കയെ പോലുള്ളൊരു നല്ല മനുഷ്യൻ ഇങ്ങനെ സൈബർ ഇടത്ത് വലിച്ചു കയറപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ പക്ഷം. നമസ്കാരം. ഇന്നലെ വയനാട് ടൗൺഷിപ്പ് നടൻ മമ്മൂട്ടി സന്ദർശിച്ചു. സന്ദർശനത്തിൽ വയനാട് CPM ജില്ലാ സെക്രട്ടറി K റഫീഖുമായിട്ട് ചെറിയൊരു സംഭാഷണം ഇപ്പോൾ വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്യുകയാണ്. അതിനെതിരെ മമ്മൂട്ടി വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കാണ് നേരിടുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എന്തെങ്കിലും ഒക്കെ വീണ് കിട്ടാൻ കാത്തിരിക്കുന്ന ഈ സൈബർ ഇടത്തിലെ മനോരോഗികൾക്ക് എന്നും പ്രചരിപ്പിക്കാൻ വേണ്ടി സാധിക്കും. മമ്മൂട്ടി ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ള കാര്യം റഫീഖിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. റഫീഖ് അതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. മമ്മൂട്ടി റഫീഖിനെ, അതായത് വയനാട് ജില്ലാ സെക്രട്ടറിയെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രശ്നം അവിടെ അവസാനിച്ചു. മമ്മൂട്ടിക്കും പ്രശ്നമില്ല, റഫീഖിനും പ്രശ്നമില്ല. പക്ഷെ പ്രശ്നമുള്ളത് ഇവിടുത്തെ ചില സൈബർ മനോരോഗികൾക്കാണ്. അവരെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയാനായിട്ട് ഒന്നുമില്ല. അവരുടെ യൂണിവേഴ്സ് ഏതാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചും നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യണം എന്നെനിക്ക് തോന്നുന്നില്ല. എങ്കിൽ തന്നെയും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UDFനെ സംബന്ധിച്ചിട്ട് UDF എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വയനാട്ടിൽ വീട് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുപോയി തറക്കല്ലിട്ടിട്ട് പോന്നു. അത് സിദ്ദിഖ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ തറക്കല്ല് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഞങ്ങൾ വീട് പണിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യക്തമാണ്. അപ്പോൾ ഇത്ര മനോഹരമായിട്ട് 178ഓളം വീടുകൾ അവിടെ പണി പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൂടാണ്ട് ഇനിയും ഏകദേശം മൊത്തം 402 വീടുകളാണ്. ബാക്കിയുള്ള വീടുകളുടെ പണി പൂർത്തിയാക്കി അത് ഏപ്രിൽ മാസം തന്നെ എല്ലാവർക്കും, ദുരിതബാധിതരായിട്ടുള്ള എല്ലാവർക്കും വിതരണം ചെയ്യുമെന്നുള്ളൊരു പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അസ്വസ്ഥതയുണ്ടാവൂലേ? കാരണം ഇവിടെ തറക്കല്ലിട്ടിരിക്കുകയാണ്. ഈ തറക്കല്ല് ഇട്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് തന്നെ കാട്ടാന വരുന്ന സ്ഥലത്താണ്. ഇതിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാണ് UDFന്റെ പ്രവർത്തകർ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അവർക്ക് വീണ് കിട്ടിയ ഒരു സുവർണാവസരമാണ് ഈ പറഞ്ഞ മമ്മൂട്ടിയുടെ ഈ വാക്കുകൾ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മമ്മൂട്ടിയുടെ ശാസന ഏൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ. നമ്മളിപ്പോൾ ഒരാളെ ശാസിക്കുകയാണെന്ന് ഇരിക്കുക, ഇപ്പം ശാസിച്ചിട്ടൊന്നുമില്ല അവിടെ, പക്ഷേ എങ്കിൽ തന്നെ നമ്മളൊരാളെ ശാസിച്ചു എന്ന് ഇരിക്കുക, അത് ആ സ്നേഹമുള്ള ആളുകളോടല്ലേ ശാസിക്കത്തുള്ളൂ. സ്നേഹമില്ലാത്ത ഒരുത്തിനോട് ശാസിച്ചിട്ടുള്ള കാര്യമുണ്ടോ? മമ്മൂട്ടി വളരെ സ്നേഹപൂർവ്വം റഫീഖ് എന്ന വ്യക്തിയോട് കൃത്യമായ സ്നേഹം അദ്ദേഹത്തിനുണ്ട്, ആത്മാർത്ഥമായ സ്നേഹം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒരുപക്ഷെ അവിടെ നിന്ന് ഇവിടെ മത്സരിച്ച്, കൽപ്പറ്റയിൽ നിന്നങ്ങനെ മത്സരിച്ച് നിയമസഭയിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹവും മമ്മൂട്ടിക്കുണ്ട്. ജില്ലാ സെക്രട്ടറിമാർക്ക് മത്സരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം CPMന്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ചൊന്നും എനിക്ക് പ്രത്യേക ധാരണയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് അത് തൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നത് അതൊരു പക്ഷേ ഒരു PR വർക്കായിട്ട് മറ്റ് ആളുകൾ, അതായത് വലത് സൈബർ ഇടങ്ങൾ പ്രചരിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് മമ്മൂക്ക ഈ ഇദ്ദേഹത്തോട് പറഞ്ഞത്, റഫീഖിനോട് പറഞ്ഞത്, നിങ്ങൾ മാറി നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് വരത്തില്ലേ. അത് മമ്മൂട്ടിയെ സംബന്ധിച്ച് അത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ്. അതുകൂടാണ്ട് ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ CPMന്റെ പരിപാടികൾ എടുത്തു നോക്കുക, അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളുടെ പരിപാടികൾ എടുത്തു നോക്കുക, BJPയുടെ പരിപാടികൾ എടുത്തു നോക്കുക, അവിടെയൊന്നും ഒരിക്കലും സദസ്സിൽ ഇടിയുണ്ടാവില്ല. അതേസമയം കോൺഗ്രസിന്റെ ഘടകകക്ഷികളുടെയും പരിപാടികൾ എടുത്ത് നോക്കിയേ, അതായത് CMPക്ക് മാത്രം വ്യത്യസ്തതയുണ്ട്. ബാക്കി മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാ പാർട്ടികളുടെയും പരിപാടികൾ എടുത്ത് നോക്കിക്കോ, വേദിയിൽ എന്തൊരു ഇടിയായിരിക്കും. ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് നിൽക്കുന്നത് കാണാൻ പാടില്ലേ? ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? അതായത് സഖാക്കന്മാരാരും അങ്ങനെ ഇടിക്കാറില്ല എന്ന്. സത്യമാന്നേ, ആരും അങ്ങനെ പോയി വേദിയിൽ ഇടിച്ച് നിൽക്കാറില്ല. ഇത് റഫീഖിനെ സംബന്ധിച്ചിട്ട് അഫ്രപാളികളിൽ കണ്ടിട്ടുള്ള അനുഗ്രഹീതനായ ഒരു കലാകാരൻ വയനാട് ടൗൺഷിപ്പ് സന്ദർശിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള അസൗകര്യവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും കൂടി ഒരു തീരുമാനമാണ്. അതിന് പ്രകാരമായിരിക്കും അദ്ദേഹം അവിടെ വന്നിട്ടുണ്ടാവുക. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലും എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ചിട്ട് മമ്മൂട്ടിക്കുള്ള കൺസേൺ എന്താണ്? കാരണം താൻ ഇനിയിപ്പോൾ CPMന്റെ മാത്രം ഒരു ആളായിട്ട് ചിത്രീകരിക്കപ്പെടുമോ? ഇദ്ദേഹം സിനിമാ മേഖലയിൽ നിൽക്കുന്നൊരു വ്യക്തിയല്ലേ. ഇദ്ദേഹത്തിന് CPM വേണം, കോൺഗ്രസും വേണം, BJPയും വേണം, എല്ലാവരും വേണ്ടേ? ഈ പറഞ്ഞ മുസ്ലിം ലീഗും വേണം, എല്ലാവരും വേണം അവിടെ. അപ്പോൾ താൻ ഒരു പക്ഷത്തിൻ്റെതായിട്ട് ചിത്രീകരിക്കപ്പെടാൻ പാടില്ല എന്ന സതുദ്ദേശത്തോടു കൂടിയിട്ട് മമ്മൂട്ടി പറഞ്ഞൊരു കാര്യത്തെ ഞാൻ പറഞ്ഞ ഈ സൈബർ മനോരോഗികൾ അത് വലിയൊരു ആയുധമാക്കി റഫീഖിനെതിരെ ഉപയോഗിച്ചു എന്നുള്ളതാണ് വസ്തുത.
അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, മമ്മൂക്കായുടെ കയ്യിൽ നിന്ന് ശാസന ഏക്കാത്ത മമ്മൂക്കയുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടോ? അത് മമ്മൂട്ടി അറിയാവുന്നവർക്കറിയാം. മമ്മൂട്ടി സാധാരണ എനിക്ക് തോന്നുന്നത്, ഞാൻ 2-3 പ്രാവശ്യം മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ട്, മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ബന്ധങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ അറിയാൻ വേണ്ടി സാധിച്ചിരിക്കുന്നതും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള അനുഭവങ്ങൾ വെച്ചിട്ടും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യമൊക്കെ ഇത്തിരി ഗൗരവമൊക്കെ കാണിക്കുമെങ്കിലും ഇത്രയും സരസമായിട്ട് സംസാരിക്കുന്ന ആളുകളെ നമുക്ക് വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു മനുഷ്യനാണ് മമ്മൂക്ക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മമ്മൂക്ക സൈബർ ഇടത്തിൽ ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഏറെ പ്രതിഷേധാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് 2 രീതിയിലാവാം. ഒരുപക്ഷെ തങ്ങളുടെ ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു ജില്ലാ സെക്രട്ടറിയാണ് ഈ റഫീഖ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റഫീഖിന് നേരെ വന്ന വലത് സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്ന ആ വീഡിയോയോടുള്ളൊരു അമർഷം, ആ അമർഷം കൊണ്ട് ഒരുപക്ഷെ ചില ഇടതുപക്ഷ അനുഭാവികളൊക്കെ ഏതെങ്കിലും തരത്തിൽ മമ്മൂട്ടിക്ക് മനോവേദന ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകൾ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടാവാം. മറ്റ് ചിലത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിക്രൂരമായിട്ട് മമ്മൂക്കയ്ക്കെതിരെ സൈബർ ആക്രമണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മലയാള മനോരമയും അതോടൊപ്പം തന്നെ മാതൃഭൂമിയും 24 ന്യൂസും ഒക്കെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ചിട്ട് അവർക്കൊക്കെ ഓരോ താല്പര്യങ്ങളുണ്ട്. ഈ ഒരു വിഷയത്തെ വളരെ വലിയ രീതിയിൽ കത്തിച്ച്, അതായത് മമ്മൂട്ടിയുടെ ആരാധകരെ LDFന് എതിരാക്കി മാറ്റുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള പണിയാണ് അവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഈ CPMന്റെ പേരിൽ ചില യൂത്ത് കോൺഗ്രസ് സൈബർ ഇടങ്ങളിലൊക്കെ ചില ആളുകൾക്ക് അക്കൗണ്ട് ഉണ്ട്. അവർ ശരിക്കും കോൺഗ്രസ്സുകാരായിരിക്കും, പക്ഷെ പേര് എന്ന് പറയുന്നത് CPMൻ്റെതുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ബന്ധമുണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പേജുകളായിരിക്കും. ആ പേജുകളിൽ തന്നെ ചില ആക്രമണങ്ങളുണ്ട്. കാരണം മമ്മൂട്ടിക്ക് എതിരെ മനഃപൂർവ്വം ഇടത് സൈബർ ഇടങ്ങളിൽ നിന്ന് ആക്രമണം വരുന്നു എന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിൽ നടത്തുന്ന സൈബർ അറ്റാക്കും ഉണ്ട്. ഇത് രണ്ടിനെയും കരുതേണ്ടതുണ്ട്. ഏതൊക്കെയാലും ഈ ഒരു വിഷയം വളരെ വലിയ രീതിയിലൊക്കെ ചർച്ചയാക്കിയ മാധ്യമങ്ങൾ ഇതെങ്ങനെയും കത്തിച്ച് മമ്മൂട്ടിയുടെ ആരാധകരെ ഇടതുപക്ഷത്തിന് എതിരാക്കി തീർക്കാൻ സാധിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ മമ്മൂക്കയെ സംബന്ധിച്ചിട്ട് മമ്മൂക്കയ്ക്ക് സത്യമറിയാം, യാഥാർത്ഥ്യം മമ്മൂക്ക തിരിച്ചറിഞ്ഞ് ഉടനെ തന്നെ റഫീഖിനെ വിളിച്ചു, റഫീഖിനുമായിട്ട് സംസാരിച്ചു. ഉടനെ തന്നെ റഫീഖ് അതുമായി ബന്ധപ്പെട്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടു, താനും മമ്മൂക്കയായിട്ട് സംസാരിച്ചു, അങ്ങനെ യാതൊരു തരത്തിലുള്ള പ്രശ്നവും താനും മമ്മൂക്കയുമായിട്ടില്ല എന്ന് പറയുന്നിടത്ത് ആ വിഷയം അവസാനിച്ചു. അത്രയേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും ചില വ്ളോഗർമാർ ചില പേഴ്സണൽ പേജുകളിൽ ഒക്കെ ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്കിൽ തന്നെയും മമ്മൂക്കയെ പോലുള്ളൊരു നല്ല മനുഷ്യൻ ഇങ്ങനെ സൈബർ ഇടത്ത് വലിച്ചു കയറപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ പക്ഷം. അതുകൂടാതെ തന്നെ ഇത്രയും ആരാധകരുള്ള, ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. എത്രയോ കഥാപാത്രങ്ങൾ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എത്രയോ കഥാപാത്രങ്ങൾ കണ്ട് നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. നമ്മൾ മാനസികമായിട്ടൊക്കെ എത്രയോ ഉല്ലാസം കണ്ടെത്തിയിട്ടുള്ളതാണത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അദ്ദേഹം ചെന്നിരുന്ന സമയം നട്ടുച്ച സമയമൊക്കെ ആയിരുന്നു. ഭയങ്കര വെയിലും ആരാധകരുടെ തിക്കും തിരക്കും പൊടിയും എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും ഒരു ചെറിയ അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. അതുമാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം മമ്മൂട്ടിക്ക് റഫീഖിനോട് കലിപ്പാണ് എന്നുള്ളതല്ല. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മമ്മൂട്ടിയും റഫീഖുമായിട്ട് വളരെ വലിയ അടുപ്പത്തിലുള്ള ഒരു മാനസിക അടുപ്പത്തിലേക്ക് പോയി എന്നുള്ളതാണ് സത്യം. ഇനി മമ്മൂട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും വയനാട് DC സെക്രട്ടറി ആയിട്ടുള്ള റഫീഖ് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്കിത് അവസാനിപ്പിക്കാം.